Yo, what's up, legends? Welcome to Minecraft Hardcore Episode 3. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്. രണ്ട് ഗോൾസ്. ഫസ്റ്റത്തേത് ഡയമണ്ട് ആർമേഴ്സ് ആണ്. സെക്കൻഡ് പറയുന്നത് നമ്മളെ വില്ലേജേഴ്സിനെ ഇവിടെ ഒന്ന് പൂട്ടി വെക്കണം. കാരണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അതായത് 4th എപ്പിസോഡിൽ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. യെസ്. പിന്നെ വീടിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കി ഇത് നമ്മൾ തട്ടിക്കൂട്ടും നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇവിടെ ആക്കിയിട്ട് പിന്നെ മോൾക്ക് ഇങ്ങനെ സ്കഫോൾഡിങ് ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ ഏറ്റേക്കാരം നമ്മൾ ബെഡ്റൂമൊക്കെ ആക്കുക. യെസ്, അങ്ങനെ ആയിരിക്കും. പിന്നെ സ്റ്റോറേജ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും സ്റ്റോറേജ് വരിക 20. അതായത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മതിൽ അടിച്ചു പിടിച്ചിട്ട് ഒന്നുകൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. യെസ് യെസ്, അതിനായിരിക്കും വേണ്ടി വരിക. പിന്നെ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ അങ്ങോട്ടാക്കും വേണം. അപ്പോൾ ഇതാണ് വീടിൻ്റെ അപ്ഡേറ്റ്സ്. സോ നമ്മൾ രാത്രി ആവുന്നു, നമുക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ മുന്നളിയാ അവിടെ പുറത്തേക്ക് ഇറങ്ങി അപ്പോത്തിന് എയിം ബോർഡ്സ് എന്നാണ്ട് ഫുള്ള് എയിം ബോട്ട് ചെയ്ത് കല്ലലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൽ ഗൈസ് നമുക്ക് ഈ ഒരു ഹാർഡ് കോർ സീരീസിലും ഞാൻ ഇതുവരെ ഒരു ഹാർഡ് കോറിലും ഇതാക്കിയിട്ടില്ല ഗൈസ്. ഏത് ഡ്രാഗനെ ബീറ്റ് ചെയ്തില്ല, അതുവരെ പോയിട്ടില്ല. ഡ്രാഗനെ ബീറ്റ് ചെയ്യണ വരെ പോയിക്കണം, പക്ഷെ അവിടുന്ന് കുറേട്ടൊക്കെ ചത്തുകയാണ്. അത് തന്നെ ഉണ്ടാവില്ല കൂടുതലും. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ചാവരുത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഡയമണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോകണോ അവിടെ പോകണോ? എൻ്റെ ഒരു ഇതിൽ ഇവിടെ പോകണില്ല, കാരണം ഇവിടെ പെട്ടെന്ന് ഇവിടെ ഓൾറെഡി കുറേ സെറ്റാണ്. പിന്നെ ടോർച്ച് ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിവിടെ ഇങ്ങനൊക്കെ ഒരു പാലൊക്കെ ഉണ്ടാക്കി ഗൈസ്. മെയിൻ സാധനം അത് പറഞ്ഞു, വാട്ടർ ബോട്ടിലല്ലേ, വാട്ടർ ബക്കറ്റ്. ഇവിടെ നിന്ന് ചെറിയ മെൽജി ലെറ്റ്സ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരും. ഏതാ പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഫോർച്യൂൺ 3 ബുക്കൊക്കെ കിട്ടിയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ പിന്നെ അതൊക്കെ ഓൾറെഡി ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കിട്ടിയാണ്. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഔട്ടി ഉണ്ട് ഒരു സ്പോണർ ഗൈസ്, സ്കെലട്ടൻ സ്പോണർ. ഇവിടെ സോംബി സ്പോണർ. ഏതാ? അപ്പോൾ നമുക്ക് അതും ഞാക്കാം ഗൈസ്. അതിലും പോട്ടെ ലെറ്റ്സ് ഗോ. നമുക്ക് സ്ട്രിം മൈൻ ചെയ്യാം ഇവിടെ, കാരണം ഇവിടെ അത്രക്കൊന്നും ഇതില്ല. അവിടെയാണ് ഇതുള്ളത്, നമ്മളെ സ്പോണർ ഉള്ളത്. ഇവിടെ ഇങ്ങനത്തെ റെഡ് സ്റ്റോൺ നമുക്ക് വേണം, കാരണം എന്തായാലും നല്ല ഞാൻ കളിച്ചതിൽ വെച്ചിട്ട് റെഡ് സ്റ്റോണൊക്കെ നമ്മൾ വെറുതെ വിട്ട് കളിക്കുന്നതാണ്. നമുക്ക് നല്ല ആവശ്യം വരും ഇതിലൊക്കെ കുറച്ചൊന്ന് കഴിയുമ്പോൾ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് അടുത്തിടയ്ക്ക് പേടിയാണ്. ഇതിപ്പോൾ ചത്തു പോവോ? ഇന്ന് ചാവാനുള്ളൊരു എപ്പിസോഡാണോ ഇത്? ഇതാണ് കഴിച്ച് നമ്മളെ ഇത്. ലെതറുണ്ട്, കമോൺ. എന്തൊക്കെയാണ് ഈ കാട്ടണ്? ഇവിടെ എന്താ ബ്ലോക്കാക്കി ചോണല്ലോ. മൈ ഗോഡ്, യെസ് നിഗാസ്. സോറി ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്ക് ഫസ്റ്റത്തെ ഡയമണ്ട്സ് കിട്ടിയിരിക്കുന്നു. ഫസ്റ്റത്തെ അല്ല. ഓക്കെ, ഇങ്ങനെ പൊട്ടെന്നൊക്കെ പറഞ്ഞ ഇത്ര അൾട്രാ പൊട്ടൻ. ഇവിടെ ഇതും ഉണ്ടോ? അപ്പോൾ നമുക്ക് നെതർ പോർട്ടൽ സെറ്റ്. ഏത്? നമുക്ക് കുറച്ച് ബ്ലോക്സ് വേണം ഗൈസ്, അല്ലെങ്കിൽ എന്തായാലും മൂഞ്ചാനുള്ള ചാൻസ് നല്ലോണം കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇവിടുന്ന് പാർക്കോർ ചെയ്ത് പോവണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഗൈസ്, അയ്യോ ഇവിടുന്ന് സ്പീഡ് ബാച്ച് ഇവ ചെയ്തൊരു കാര്യമൊന്നുമില്ല. പിന്നെ ഗൈസ് നമുക്ക് ബെഡ് വാർസിൻ്റെ വീഡിയോ ഒക്കെ ഇടാം. ഇനി മുതലൊക്കെ അടുത്ത വീഡിയോ ഇനി ചിലപ്പോൾ മിക്കവാറും അതേ കാരണം ബെഡ് വാർസ്.
പിന്നെ ബെഡ് വരച്ചിൽ കേസ് ഞാൻ അത്ര പ്രോ എന്നല്ല, അണ്ടിയാണ്. അണ്ടികളി എന്നൊക്കെ പറഞ്ഞാൽ അണ്ടികളിയാണ്. സോ ഇവിടെ ഒന്നുമില്ല കേസ്. നമുക്ക് എന്നാലേ ഇവിടുന്ന് നല്ല സ്വിമ്മിങ് ചെയ്യാം കേസ്. അങ്ങനെയുണ്ടോ? സ്വിമ്മിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ബ്ലോക്കും ചെയ്യാം. ഇങ്ങനെ പോകുമ്പോഴാണ് കഴിച്ച് നല്ലോണം ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂഞ്ചള നമ്മളിവിടെ സ്വിമ്മിനൊക്കെ എടാ ഇതിനെന്തോ ഉണ്ട്. ഈ ഗെയിം ഈ വെർഷൻ എന്തോ പറ്റിയത്. എന്തത് വെറുതെ തുടങ്ങിയിട്ടില്ലേ സ്വിമ്മിങ്? എടാ ഇത് പൊട്ടത്തരം കാട്ടണല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മൂഞ്ചി. നമുക്ക് കുറച്ചും ഇങ്ങനെ അടിക്ക് പോവാല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ അവിടെ തന്നെ ഇങ്ങനെ ആക്കാം. നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് മൈൻ ചെയ്യണം. എന്നിട്ടെന്താ ഓക്കെ. ഇനി നമുക്ക് ഡയമണ്ട് ഇങ്ങനെ അപ്പോഴത്തേനൊരു ചെറിയൊരു ടൈം ലാപ്സ് കണ്ടോളൂ. ഓ ഗൈസ് ചെറുതായിട്ട് മൂഞ്ചി വന്നു. നമ്മൾ കറക്റ്റ് ഇതിൽ തന്നെയല്ലേ ചെയ്ത്. ഇവിടെ ഒരു ലാവുണ്ട്, ഇനി അവിടെ വേറെ ലാവ്. ഇതെന്ത്? നമുക്കപ്പോൾ പോയ സ്ഥലം വരെ നമുക്കൊന്ന് കുഴിച്ചു നോക്കാം. ചിലപ്പോൾ കിട്ടിയാലാ. അവിടെല്ല. സോ പിന്നെ അതല്ല ഗൈസ്, നിങ്ങൾ സബ് ചെയ്തോ? സബ് ചെയ്യൂ, ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ. ഓക്കെ. ഓ ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമുക്ക് ഇത് അടിപൊളി. ലെറ്റ്സ് ഗോ. അങ്ങനെ നമുക്ക് ഡയമണ്ട്സ് വരൂ. അപ്പം നമ്മൾ ഇവിടുന്ന് തൽക്കാലം തട്ടുകയാണ്. വെറും 10 നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അത് കുറച്ച് ഇതായി ഗൈസ്. നമുക്ക് ഇവിടെ നിന്നും കുറേ ഈ പൊണ്ണ ടഫ് സാധനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ടാണ്. അതുള്ളതുകൊണ്ട് അങ്ങനെ കുറേ ഒന്നും കിട്ടില്ല. നമുക്ക് നമുക്ക് നേരെ പോവാം. ഇവിടുന്ന് ഏറ്റവും വീയല്ലേ. ഓ ഗൈസ് നമ്മൾ ചെറുതായിട്ട് മൂഞ്ചുന്നുണ്ടോ എന്നൊരു സംശയം. എന്നില്ല. ഓ ഷിറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ മുകളിൽ പോയിട്ട് Fortune 3 സെറ്റപ്പ് ആക്കിയിട്ട് നേരെ വരാം. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊന്നുകൂടി കിട്ടുമല്ലോ. മനസ്സിലായ? ഓ ക്രിങ്ക് എടാ ഓ ചത്തില്ല. ഓ ഗൈസ് ഈ സൈഡിലുള്ള സാധനം എന്താ? ഹേൽ നാ. ഇത് ട്രയൽ ചാമ്പർ ഇവിടെ തന്നെ. ഓ ഗൈസ് നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരണ്ട. അതുകൊണ്ട് നേരെ പോയിട്ട് ഇവിടെ ഒന്നും കൂടി ഇത് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് മെല്ലെ തട്ടാം. അതായിരിക്കും നല്ലത്. ഉണ്ടാക്കണം. ഓ ക്രിഞ്ച്. ഓ ഹാർട്ട് അറ്റാക്ക് വന്നു ഗൈസ്. നമുക്ക് ഇവിടുന്ന് മെല്ലെ തട്ട് പ്ലേസ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലൊക്കെ ജീവനോടെ പുറത്തേക്ക് പോകണം. എങ്ങനെ പോകും ഗൈസ്? ഷിറ്റ്. ഓ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോവാം. പാർക്കോർ.
ഗൈസ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തി. പുറത്ത് ഇരുട്ടാണല്ലോ വെച്ചാനേ. ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് വരുമ്പോഴാണ് പണി, ഉള്ളിലേക്ക് കയറുമ്പോഴും പണി. അതിന് എല്ലായിടത്തും പണിയാ. 13 ആയാണ് ഇട്ടി. ഓക്കെ, നൈസ് നൈസ് നൈസ്. അത് നൈസ് കാര്യം. പക്ഷെ ഇതുകൊണ്ടൊന്നും നടക്കും തോന്നുന്നു ഗൈസ്. ഇതുകൊണ്ട് അപ്പം അതാണ് കുഴപ്പം. ഓ ഹെല്ലിനാ, നമ്മളങ്ങനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഗൈസ്. ഭാഗ്യം. അപ്പം ചത്തേനെ. ഓക്കെ, ഇത് ഇങ്ങനെ കമോൺ, എന്നിട്ട് ഇങ്ങനെ വെക്കൂ. നമുക്ക് ഓക്കെ, നമുക്കിനി കേവൊക്കെ പോകണ്ട കേസ്. നമുക്കിനി അല്ല കേസ്, നമ്മളെന്തൂടെ അതെന്തെങ്കിലും വെച്ചാ പൊട്ടൻ? അതും വെച്ച് അത് വേറെ പൊട്ടൻ. നമുക്ക് കേസ് അവിടെ കുറേ അയൺസ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് അയൺ ഒരു ആൻവിൽ ഉണ്ടാക്കിയാണ്ട് നമ്മളിപ്പോൾ 3 ഒബ്ജക്റ്റീവായി ഗൈസ്. ഓ യെസ്. റിജു തൊള്ള പൂട്ട്. നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ ഒരു ബ്ലോക്സ് ഒന്നുണ്ടാക്കാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യ. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ആൻവിൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ഇവിടെ ഫോർച്യൂൺ 3. ശരി അങ്ങോട്ട് പോട്ടെ. ഓ അതിന് ഫൈനലി ഫോർച്യൂൺ 3. ഓ സോ നമുക്കൊരു ഒരു സ്റ്റാക്ക് ബ്ലോക്ക് വേണം. ആൻഡ് ഇതിൽ വലിയ ആവശ്യമില്ലാത്ത എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് വേണ്ട, ഒന്നുണ്ടായിക്കോട്ടെ. ഇത് വേണ്ട ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് വേണം. എൻ്റെ ബ്രോ എന്തൊക്കെ ഇനി വേണം? ഇനി ഇത്ര മതി മച്ചാനെ. സോ നമ്മൾ ഡയമണ്ട്സ്. ഫോർച്യൂൺ 3 ഒക്കെ കിട്ടാൻ എന്ത് പണി അറിയോ? പക്ഷേ ഇതിൽ അത്ര പണിയൊന്നുമില്ല. ഇത് എനിക്ക് പിന്നെ ഞാൻ ലക്കി ആയതുകൊണ്ട് തന്നെ ഓ ഗൈസ് ഇവിടെ ഒന്നുമില്ല. ഒത്ത ഹെല്ല് ബ്രോ, എന്തുട്ടാണ് ബ്രോ ഇവിടെ എന്തൊന്നും ഇല്ലാത്ത ബ്രോ? ഇവിടെയില്ല എന്തിനാ? ഇനി ഉണ്ടോ? ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ കാണാതെ ഗസ് നമുക്ക് കിട്ടി. നമുക്ക് ഡയമണ്ട്സ് എത്ര ഉണ്ടാവും?
ആ ഹെല്ലിനാ ഇത് ഇപ്പൊ തന്നെ താവൂല്ലോ കേസ്. അത് എത്ര വീണത്? 29. ഹെല്ലിനാ ഇതെന്ത് ലക്കാണ് കേസ്? ഇതെന്ത് ലക്കാണ്? ലക്കന്നെയാണോ? ഇവിടെ വന്നു നമ്മളിങ്ങനെ പോവാണെങ്കിൽ ഓക്കെ ഇങ്ങനെ പോവാണെങ്കിലും കാണും. നമുക്കിത് കിട്ടി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എടാ ഇതെന്ത്? എത്ര? 40. മതി. പോ അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ നമ്മൾ എവിടുന്ന് ഇങ്ങനെ ഫൈനലി കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ആയിരിക്കുന്നു ഗൈസ്. എന്തായാലും ഒരു സന്തോഷം. അയ്യോ ഇത് നമ്മൾ എന്തിനുണ്ടാക്കി? ചെസ്റ്റ് പ്ലേറ്റ്. ആരൊന്നും കണ്ടില്ല ഗൈസ്. ആരൊന്നും കണ്ടില്ല. യോ ടിങ്. ഓ ലെറ്റ്സ് ഗോ. ഇതാരാ? നമ്മളെ കാര്യത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നാണ്ട് അങ്ങനെ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിരിക്കുന്നു ഗൈസ്. അപ്പോൾ സെറ്റാണ്. ഇനിയുള്ള ഗോൾ വില്ലേജേഴ്സിന് ഇങ്ങോട്ടാക്കി ആക്കണു. അവിടെ എവിടെയെങ്കിലും പൂട്ടിയിടണോ? അത്രേ ഉള്ളൂ. ഷിറ്റ്. ഇത് ഇതന്നെ ഒന്നുകൂടി. എന്നിട്ട് ഇതവിടെ വെക്കണു. ഓക്കെ ഇനി ആളെ വാങ്ങിക്കോൾ. എവിടെ നമ്മളെ ആള്? ഇവിടെ എന്താ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞു കിട്ടാൻ ആവശ്യം. എല്ലിനാ അപ്പൊ ചത്തേനെ. എനിക്ക് എൻ്റെ കൂടെ നല്ല ആവശ്യം. ഓക്കെ അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വില്ലേജേഴ്സിന് ഇവിടുന്ന് മെല്ലെ തട്ടണം. തട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം ഗൈസ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ ഐഡിയാസൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം, ഈ കമൻറ്റ് ബോക്സിൽ വെറും എൻ്റെ കൂടെ കളിക്കാൻ വരുമോ അങ്ങനെ ചോദിച്ചു കണ്ടുള്ളതുണ്ടല്ലോ. ഇനി ഇടില്ല പ്ലീസ്. കേട്ട് മടുത്തു. എൻ്റെ കൂടെ കളിക്കാൻ വരുമോ പറഞ്ഞിട്ട് എൻ്റെ സർവറിൽ കയറുമോ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഫേമസ് ആണല്ലോ അപ്പോൾ അത് നീ അങ്ങനെ ഇടണ്ടാ. ലൈക്ക് ഒന്നും ഇടാ. ഞാൻ റിപ്ലൈ തരും. ഇങ്ങനെ സ്പാം ചെയ്യാണ് ചില ആൾക്കാരൊക്കെ. അങ്ങനെ സ്പാം ക്ലിക്കാണ്. നമ്മൾ ഓൾറെഡി ഇതിൽ രണ്ടാൾക്കാർ ഓൾറെഡി ചെയ്തേച്ചാണ്. എന്നിട്ടാണോ ഇത് കുറച്ച് പണിയാണ്. ഇവിടെ കുറച്ച് പണിയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ ഇനി നമുക്ക് പോലെ കൊണ്ടുപോകാം. നമുക്ക് ഇനി ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഐഡിയാസാണ് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടി. ഐഡിയാസ് സപ്പോർട്ടിങ് അതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടി. ഇതിങ്ങനെ കളിക്കാൻ വരും ഇതന്നെ. സോ ഗൈസ് അതൊന്ന് നിർത്തുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ കുറച്ച് വലിപ്പമുള്ള കുയ്യാക്കണം. അവിടെ ആക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത അളവ് പോയി കൊണ്ടുപോകും. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെയ്യും ഗൈസ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ബ്ലൂ പ്രിൻറ്റ് എൻ്റെ തലയിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ഓ പിന്നെന്താ പിന്നെന്താ പറയൂ. പിന്നെ നമ്മൾ ഡയമണ്ട് ആർമറായി. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് ആ മറ്റേ ട്രയൽ ചാമ്പർ ആണെങ്കിൽ നമുക്ക് നോക്കാം. എവിടെയാണ് നിങ്ങൾക്കും കറക്റ്റ് അറിയില്ല, കറക്റ്റ് ഓർമ്മയിലേക്ക് എവിടെ ഉള്ളത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ. അതൊക്കെ തന്നെ ഇനി അടുത്ത എപ്പിസോഡിൽ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഈ സംഭവം ഈ വില്ലേജ് ഇവിടെ ഒരു ജാപ്പനീസ് വില്ലേജ് ആകും. കാരണം ഈ സീരീസ് തന്നെ ഒരു ജാപ്പനീസ് തീമിലാണ് വരുന്നത്. പക്ഷെ വീട് ഞാൻ എന്താണ് ഇതാക്കും. ഈ പൊണ്ണ വരുന്നില്ല നമുക്ക് തൽക്കാലത്തിന്. ഇവിടെ ഇതിന് പറ്റില്ല. ഓക്കെ ഇത് നല്ല ചാൻസ്, അത് വലിയ ചാൻസാ. യെസ് അങ്ങനെ. പിന്നെ അടുത്ത വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ രാത്രി ഇത് പണിയാവും. പിന്നെ നമ്മൾ ഉപയോഗിച്ച ഷെയ്ഡ് പറയുന്നത് ഇതാണ്, കോംപ്ലിമെൻ്ററി അൺബാൻഡ്. അത്രയൊക്കെ ഉള്ളു പണി. പിന്നെ വീടൊക്കെ നമുക്ക് പതിയെ ആക്കാം. പിന്നെ ഒരു 10ാമത്തെ എപ്പിസോഡിൽ ഇതങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഇങ്ങനെ ആയിരിക്കും 10ാമത്തെ എപ്പിസോഡ് വരെ എത്തും അള്ളപോലെ. ഇവിടെ തുടങ്ങിയല്ലോ മനുഷ്യനൊന്ന് ഉറങ്ങാനും സമയമില്ല ഈ പൊണ്ണുകൾ. ഇവിടെ വാടാ മച്ചനെ, നീ വാടാ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെയ്യുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിലാണെങ്കിൽ എന്താക്കാം, ഷോർട്സ് അല്ല, അടുത്ത എപ്പിസോഡിലാണെങ്കിൽ നമുക്ക് അയൺ ഫാമോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. സോ എല്ലാവരും ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ് ചെയ്യൂ. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യൂ പ്ലീസ്, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ ബൈ.